ഹായ് ഗായ്സ്, വെൽക്കം ടു ഡ്രീം ലൈഫ്. അപ്പോ ഞങ്ങളുടെ വിഷു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വെറുതെ കുറ്റം പറയരുത് കേട്ടോ. എന്റെ വ്ളോഗ് തുടങ്ങുമ്പോ തന്നെ കുറ്റം പറയരുത് കേട്ടോ. അപ്പൊ ഞങ്ങള് വിഷുവിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകണം. കണിക്ക് വെക്കാനുള്ള സാധനങ്ങളും വീട്ടിലേക്ക് അല്പ സാധനങ്ങളും. ഇത് നാളെ രണ്ടാൾക്ക് ഇടാനുള്ള ഓർണമെന്റ്സ് ആണ് ഈ പോകുന്നത്. അതെ, അപ്പൊ റോയൽ പോട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പൊ ഗായ്സ് പോകുമ്പോ തന്നെ കഴിച്ചിട്ട് കയറാന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു, ഭയങ്കര വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വിശപ്പുണ്ടായിരുന്നു, എനിക്ക് ദാഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനൊരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ കണ്ണാടിൻ്റെ ഷേക്കാണായിരുന്നു, കുറച്ച് കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നും ഇഷ്ടമായില്ല. അതിന് ശേഷം വയറൊക്കെ നിറഞ്ഞാലേ പർച്ചേസിനൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പം ഈ അക്കു ബേബി പറഞ്ഞു ഇത് തന്നെ വേണം. ഇത് ശരിക്കും ഞങ്ങളോട് അവർ പറയുന്നുണ്ടായിരുന്നു, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടോയാണ്. അവർ വെറുതെ ബഹളം വയ്ക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വെറുതെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. പക്ഷെ ഇവന് തന്നെ വേണമെന്ന്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളു, കയ്യിലെടുക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ വിചാരിച്ചിട്ട് ഉള്ളിൽ കയറിട്ടോ. പക്ഷെ എൻ്റെ പർച്ചേസിങ് അറിയാലോ, എടുത്തെടുത്തതെന്ന് പറഞ്ഞു ഗായ്സ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളൊക്കെ കണി കണ്ടു. ഇതാ പക്കുവിനെ എഴുന്നേൽപ്പിച്ച് കണി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ കണ്ണേട്ടൻ. കാരണം ഞങ്ങളുടെ ഒന്നും കണി കണ്ട പോലെ എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു കേട്ടോ. കാരണം അത്രയും മഹനീയമായിട്ടാണല്ലോ കിടക്കുന്നത്. രാത്രി തന്നെ നല്ല ലേറ്റ് ആയിട്ടോ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടല്ല ഉറങ്ങിയത്. അപ്പോൾ ദാക്കു ബേബിനെ കണിക്ക് കാണിച്ചു കേട്ടോ. അവൻ നേരത്തെ തന്നെ എഴുന്നേറ്റു കേട്ടോ. കണി കാണിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ വിളിച്ചപ്പോൾ തന്നെ എഴുന്നേറ്റു. ഇതാ കണിയൊക്കെ കണ്ടു. അതിന് ശേഷം ഞാൻ വിചാരിച്ചു അവൻ കഴിഞ്ഞ വർഷമൊക്കെ അവൻ കിടന്നുറങ്ങിട്ടോ. പക്ഷെ ഇപ്രാവശ്യം അവൻ കിടന്നുറങ്ങിയില്ല. അവനുണ്ട് ആടെയും ഫുൾ പടക്കം പൊട്ടിക്കലായിരുന്നു കേട്ടോ. കാരണം ഒരു ലോഡ് പടക്കം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പടക്കങ്ങളൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇവർക്ക് പടക്കം എന്ന് വെച്ചാൽ വീക്ക്നെസ് ആണ്. ഇപ്പൊ വിഷുവിന്റെ ഒരാഴ്ച മുന്നേ തുടങ്ങിയതാണ് ഇവർ പടക്കം പൊട്ടിക്കൽ കേട്ടോ. അപ്പൊ അത് അവർ മാക്സിമം പടക്കം പൊട്ടിച്ച് എൻജോയ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് പേടിയല്ല, എനിക്ക് വയറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളകുണ്ടായിരുന്നു കേട്ടോ. ലീലാമ്മ എനിക്ക് കുറച്ച് പേടിയാ തോന്നുന്നു പടക്കം. അപ്പം ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ ശരിയാവില്ല പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കാരണം ഞാനും അമ്മി അടുക്കളയിലായിരുന്നു. അച്ഛൻ പിന്നെ എഴുന്നേറ്റിട്ടേ ഇല്ല. സാധാരണ എഴുന്നേക്കാറുണ്ട്. അച്ഛൻ സ്വന്തമായിട്ട് വന്ന് കണി കണ്ട് സ്വന്തമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ അത് അപ്പം രാവിലെ തന്നെ ഇവർ പടക്കം പൊട്ടിക്കൽ ഒരു ലോഡ്. അപ്പം അവൻ കാണിച്ചു തരാൻ പറഞ്ഞില്ലേ ഗൈസ്, കുറേ പടക്കം വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കാണിച്ചു തരാം കേട്ടോ. ഓരോന്ന് എടുത്തിട്ട്. എനിക്ക് തന്നെ അറിയില്ല അതിൻ്റെ പേരെന്തൊക്കെയാന്ന് കേട്ടോ. അപ്പോൾ ഇവൻ കുറേയൊക്കെ അക്കുനിന്ന് വാങ്ങി വെച്ചിറക്കായിരുന്നു. രാത്രി കസിൻസൊക്കെ വരും, അനിയത്തിയൊക്കെ വരും. അപ്പോൾ അവരെയൊക്കെ വന്നിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഒരടടുത്ത് തിന്നിയാണ് കേട്ടോ ഗൈസ്. പക്ഷേ ഈ തിന്നൽ വെറുതെ കാണിച്ച പോലെ തന്നെ ഉള്ളൂ. എനിക്ക് തിന്നാൻ പറ്റില്ല. എനിക്ക് പിന്നെ വോമിറ്റിംഗ് ആയി കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ്റെ കളിയൊക്കെ രാവിലെ തന്നെ അടയോന്ന് ചോദിച്ചിട്ട് അതുപോലെ തന്നെ ആയി ഗൈസ്. അപ്പോൾ അതുണ്ടോ ഒരുപാട് വെറൈറ്റി പടക്കങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അക്കുത നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചിട്ടുണ്ടാവും. പറഞ്ഞ് മനസ്സിലാവത്തോണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പടക്കത്തിൻ്റെ പേരുകളൊന്നും അറിയില്ല. പടക്കം കുറവാണ്, കൂടുതൽ കത്തിക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് പറഞ്ഞല്ലോ. നമുക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അങ്ങനെ പടക്കങ്ങൾ അധികം വാങ്ങിയിട്ടില്ല, എന്നാലും വാങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു കണി കേട്ടോ. അപ്പം അമ്മയ്ക്ക് വയ്യാത്തത് തന്നെ ഞാനാണ് കണി ഒരുക്കിയത്. ഞാനിരുന്ന് കണി ഒരുക്കുക, കണ്ടിട്ട് എടുത്തു തരാം കേട്ടോ. അപ്പം അക്കൂന് കൈന്നിട്ട് കൊടുക്കുന്നൊന്നും എടുത്തില്ല, ഡാഡറിനെ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പം അക്കൂനെ കൊണ്ട് കാലൊക്കെ പിടിപ്പിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഞങ്ങൾ അക്കൂനെ കൃഷ്ണവേഷം കെട്ടിച്ച് അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. അന്ന് തന്നെ അനിയൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോണ ഒരു ദിവസം കൂടി. അപ്പം ഭയങ്കര തിരക്കായി പോയി ഗൈസ്. അപ്പം നടന്നില്ല കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി ദൈവം സഹായിച്ച് പറ്റുകയാണെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിക്ക് കെട്ടിക്കാട്ടോ. ശ്രീകൃഷ്ണപുരത്ത് കെട്ടിക്കാന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് കെട്ടിക്കാട്ടോ ഗൈസ്. അപ്പോൾ പൂഴിക്കുന്നമ്പലത്തിൽ എന്നെന്നും ഇല്ലാത്ത തിരക്കായിരുന്നു കേട്ടോ. ക്യൂക്ക് നിന്നിട്ടാട്ടോ ഇതാക്കിയത്. അപ്പം ദാദയാണ് കുട്ടി സദ്യ കേട്ടോ. ഞാനും അമ്മയും കൂടിയാണ്. അമ്മയ്ക്കും വയ്യ, എനിക്കും വയ്യ. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഹെൽപ്പ് കണ്ണേട്ട നല്ല ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾ കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കി കേട്ടോ ഗൈസ്. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം വിചാരിച്ചായിരുന്നു, പക്ഷെ അത്രയ്ക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ രാത്രി ആയപ്പോഴേക്കും കുറേ ഒന്നും കണ്ണേട്ട എടുത്തില്ല, കാരണം കണ്ണേട്ട ഫുൾ പടക്കത്തിൻ്റെ പിന്നാലെ ആയിരുന്നു ഗൈസ്. പിന്നെ രാത്രി ആയപ്പോഴേക്കും കസിൻസും അമ്മായിമാരും എല്ലാവരും വന്നു. അപ്പോൾ അതെല്ലാവരും ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കൽ, ഒരു എന്താ പറയുക, ഒരു ബഹളം തന്നെ ആയിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ആ ഏരിയയ്ക്ക് അധികം പോയിട്ടില്ല, കാരണം ഒന്നാമത് പ്രഗ്നൻ്റ് ആണ്, രണ്ടാമത് എനിക്ക് ശ്വാസം മുട്ടലുള്ള കാരണേ ഇവർ വാങ്ങിക്കണം എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത് താഴത്തെ വീട്ടിലെ തറവാട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ ഗൈസ്. ചിലതാണ് പൊട്ടുള്ളൂ. ഇത് ചെറുതാടാ, കത്തിയല്ല അവിക്കുട്ടാ, കത്തി
ഏയ് ചെറുതായിട്ടുള്ളടി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടെ ഓരോ കമ്പത്തിന് കയ്യിൽ വെച്ചിട്ടൊന്ന് കത്തിച്ച് വെക്കുമായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കത്തിക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. അതിൻ്റെയൊക്കെ ഇതാ മാമ ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു ഞങ്ങൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു ഗൈസ്. എല്ലാവരും വരുമ്പോഴാട്ടോ നല്ല രസം. അപ്പോൾ ഇതാ എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല വൈബായിട്ടോ. അല്ലെങ്കിൽ ഇവിടെ ആരും ഇല്ലല്ലോ, ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഇങ്ങനെ പടക്കം പൊട്ടിക്കണം. അപ്പോൾ എല്ലാവരും വന്നു. ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് പിക്സൊക്കെ എടുത്തു കേട്ടോ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കഴിക്കും.